ഏപ്രിൽ 9 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ഈജിപ്തിലെ വിശുദ്ധ മറിയം, വിശുദ്ധ അക്കാസിയൂസ്, വിശുദ്ധ ഡൊമാട്രിയൂസ്, വിശുദ്ധ ഡോട്ടോ, വിശുദ്ധ ഗവുക്കേരിയൂസ്, വിശുദ്ധ ഹെലിയോഡോറൂസ്. ഈജിപ്തിലെ വിശുദ്ധ മറിയം 344-421 കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം ജീവിച്ചിരുന്നത്. AD 344 ഈജിപ്തിൽ ജനിച്ചു. 12 വയസ്സ് മുതൽ 17 വർഷം പാപത്തിലും അനന്തരം ഈജിപ്തിലെ മരുഭൂമിയിൽ 47 വർഷം പ്രായശ്ചിത്തത്തിലും ജീവിച്ച വിശുദ്ധ മറിയത്തിന്റെ ജീവിതം അവിശ്വസനീയമാം വിധം അത്ഭുതകരമായി തോന്നി. പലസ്തീനയിലെ മരുഭൂമിയിൽ പരിശുദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു, സോസിമസ്. അദ്ദേഹം ഒരു പുണ്യവാനെ കണ്ട് ഉപദേശം ചോദിക്കുവാനായി ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അകലെ ഒരു രൂപം കണ്ടു. സോസിമോസ് നടന്ന് അടുത്തപ്പോൾ ആ രൂപം പാഞ്ഞകന്നുകൊണ്ടേയിരുന്നു. സ്വരം കേൾക്കത്തക്ക ദൂരമായപ്പോൾ സോസിമോസ് ആ പ്രാകൃത രൂപത്തോട് നിൽക്കാൻ പറഞ്ഞു. ഉടനെ ഒരു മറുപടി കേട്ടു: ആബട്ട് സോസിമോസ്, ഞാനൊരു സ്ത്രീയാണ്. എനിക്ക് ധരിക്കാൻ അങ്ങയുടെ മേലങ്കി എറിഞ്ഞു തരിക, എന്നിട്ട് അങ്ങേക്ക് അടുത്ത് വരാം. അങ്ങനെ അവൾ അടുത്തെത്തിയപ്പോൾ നൽകിയ ആത്മകഥ ഇങ്ങനെ സംക്ഷേപിക്കുന്നു: എൻ്റെ സ്വദേശം ഈജിപ്താണ്. 12ാമത്തെ വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കുവാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി. 17 കൊല്ലം ഒരു വേശ്യയായി ജീവിച്ചു. 29ാമത്തെ വയസ്സിൽ ഞാൻ ജെറുസലേമിലേക്ക് പോയിരുന്ന തീർത്ഥാടകരോടുകൂടി കപ്പൽ കയറി. തീർത്ഥാടകരെയെല്ലാം ഞാൻ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ കുരിശ് വെച്ചിരുന്ന ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തിലൂടെ കടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ തടഞ്ഞു. 3-4 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഒരു മൂലയിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ ഭയങ്കര പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് കരുതി ഞാൻ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു. പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദേവാലയത്തിന്റെ വാതിൽക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു. ദൈവമാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ ജോർദാൻ മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആബട്ട് സോസിമോസിന്റെ കരങ്ങളിൽ നിന്ന് മറിയം ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അടുത്ത നോമ്പുകാലത്ത് തന്നെ വന്ന് കാണണമെന്ന് സോസിമോസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പിരിഞ്ഞു. പിറ്റേവർഷം സോസിമോസ് ആ സ്ഥലത്ത് മടങ്ങിച്ചെന്നപ്പോൾ അവളുടെ ശരീരം മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു. മറിയം എന്നൊരു ഉല്ലേഖനവും. ഒരു സിംഹത്തിന്റെ സഹായത്തോടെ സോസിമോസ് ശവസംസ്കാരം നടത്തി. വിശുദ്ധ ജോൺ കൊളംബിനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് മറിയത്തിന്റെ മാനസാന്തരകഥ വായിച്ചാണ്. പാപത്തെക്കുറിച്ച് മറിയത്തെ പോലെ പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്നേ ദിവസം വിശുദ്ധ അൽഫോൺസ് ലിഗോരി എഴുതിയ വാക്കുകൾ വിചിന്തനം ചെയ്യാം. നിങ്ങൾ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അനുദപിച്ച് പാപമാർഗത്തിൽ നിന്ന് അകലുവാൻ നിശ്ചയിക്കുക. പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസാരിക്കുക. ഈജിപ്തിലെ വിശുദ്ധ മറിയമേ, ലോകത്ത് എല്ലായിടത്തും പാപം ചെയ്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പാപബോധം നൽകുന്നതിനും കുമ്പസാരിച്ച് തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.